പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ വണ്ടി ഞാൻ ഒരു 1.5 വർഷമായിട്ട് ഉപയോഗിച്ചിട്ടിരുന്ന കമ്പനിയുടെ വണ്ടിയാണ്. അപ്പോൾ ഇത് കുറച്ച് പണി വന്നു വണ്ടിക്ക്. അങ്ങനെ കമ്പനിയുടെ ഓഫീസൊക്കെ തൃശ്ശൂരാണ്. അപ്പം വിളിച്ചപ്പോഴത്തേക്ക് അവരിപ്പോൾ ഓഫീസിൽ നിന്ന് പറഞ്ഞതെന്ന് വെച്ചാൽ വണ്ടി കൊണ്ട് അവിടെ വർഷത്തിൽ കൊടുത്ത് റെഡിയാക്കാൻ കുറേ പണികളുണ്ട്. കാരണം ഇതെൻ്റെ 1.5 വർഷം മുമ്പ് കിട്ടുമ്പോൾ ഈ വണ്ടി ഒരുപാട് വർക്കുകൾ ഉള്ള വണ്ടിയാണ്. വർക്കുകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് റിപ്പയറിങ് വർക്കുകളുണ്ടായിരുന്നു. അതെല്ലാം കുറച്ചായിട്ട് ഞാൻ ചെയ്യിച്ച് ചെറിയ കംപ്ലൈൻറ്റുകൾ വന്നപ്പോഴും ചെയ്യിച്ച് അങ്ങനെ നല്ല നീറ്റായിട്ട് കൊണ്ട് നടന്നൊരു വണ്ടിയാണ്. അത് കഴിഞ്ഞ് കുറച്ച് നാളത്തേക്ക് 2 മാസത്തേക്ക് ഞാൻ ചെന്നൈ പോയ സമയത്തേക്ക് വണ്ടി പലരും ഉപയോഗിച്ചു. അങ്ങനെ ആ ഒരു വണ്ടിയുടെ കുറേ വർക്കുകളുണ്ട് പിന്നെ കൂടി. അങ്ങനെ ഓരോരുത്തരും ഉപയോഗിക്കുമ്പോഴത്തേക്ക് വണ്ടിക്ക് ഓരോരോ വർക്കുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരുന്നത്. പലരും പല രീതിയിലാണ് വണ്ടി ഉപയോഗിക്കുന്നത്. അങ്ങനെ കൊണ്ടു കൊടുക്കുക, വേറെ വണ്ടി എടുത്തുകൊണ്ട് വരിക എന്ന് പറഞ്ഞ് അത് കഴിഞ്ഞിട്ട് കൊണ്ട് കൊടുക്കുമ്പോഴത്തേക്ക് എത്ര നാൾ ഉപയോഗിച്ചാലും അപ്പോൾ നമ്മൾ കൊടുക്കുമ്പോഴത്തേക്ക് നീറ്റായിട്ടൊന്ന് കൊടുക്കണം. അതിന് വേണ്ടി വാഷ് ചെയ്യാണ്ട് കയറ്റിയതാണ്. അപ്പം ആദ്യത്തെ വാഷിങ് വെള്ളം ഒഴിച്ചുള്ള വാഷിങ് കഴിഞ്ഞ് ഞാൻ അടുത്തത് ഫോം അടിക്കുന്നുണ്ട്. ഫോം അടിച്ച് നീ അതോടെ വാഷ് ചെയ്ത് കഴിഞ്ഞ് ഫൈനൽ വാഷിങ് കൂടി ചെയ്യുന്നുണ്ട്. കുറേ ചെളിയുണ്ട്. ഈ മഴയൊക്കെ ആയ കാരണം ഞാൻ അല്ലെങ്കിൽ ഞാനിത് ഒരു മാസത്തിൽ ഒരിക്കലെങ്കിലും ഒന്ന് കഴുകുന്നതായിരുന്നു. സമയമുണ്ടായിരുന്നു. ഇപ്പം വർക്കും കുറേ കൂടി കാരണം കഴുകാനൊന്നും സമയമില്ലാണ്ടായപ്പോഴത്തേക്ക് കുറേ ചെളിയെല്ലാം പിടിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആയപ്പോഴത്തേക്ക് പിന്നെ വൈകിട്ട് രാത്രി ഡ്യൂട്ടിയും കഴിഞ്ഞ് വന്ന സമയത്തൊന്ന് സർവീസ് സെൻറ്ററിൽ കയറ്റി ഒന്ന് അവിടെ മറ്റേ പെട്ടെന്ന് കഴുകി കിട്ടുമല്ലോ. നമ്മൾ കഴുകാൻ പോയി കഴിഞ്ഞാൽ എങ്ങനെ പോയാലും ഒരു 1.5-2 മണിക്കൂർ എടുക്കും തന്നെ കഴുകാൻ പോയി കഴിഞ്ഞാൽ. ഇതാകുമ്പോഴത്തേക്ക് പെട്ടെന്നൊരു 1/4 മണിക്കൂർ കൊണ്ട് അവർ കഴുകി നീറ്റായിട്ട് തരും. അങ്ങനെ വാഷിങ് ഏകദേശം കഴിയാറായിട്ടുണ്ട്. ഇന്ത്യക്കാരാണ് ചെയ്യുന്നത്. നല്ല രീതിക്ക് തന്നെ വാഷ് ചെയ്യുന്നുണ്ട്. നല്ല രീതിക്ക് ഞാൻ ഇടയ്ക്ക് പോയി ചെക്ക് ചെയ്തതാണ്. ചെളികളെല്ലാം നല്ലോണം എടുത്ത് കളഞ്ഞ് നല്ല നീറ്റായിട്ട് തന്നെ വാഷ് ചെയ്ത് തന്നിട്ടുണ്ട്. ഒരുപാട് പഴക്കമൊന്നുമില്ലാത്ത വണ്ടിയാണിത്. പലരും ഉപയോഗിച്ച് വണ്ടി ഒരു ഒന്നുമില്ലാത്ത അവസ്ഥയിലായിരുന്നു. പിന്നെ ഞാനായിട്ട് കൊണ്ടുവന്ന് റിപ്പയറൊക്കെ ചെയ്ത് ടയറൊക്കെ മാറി നീറ്റാക്കിയതായിരുന്നു. വീണ്ടും കുറേ ക്ലച്ചിനെല്ലാം കുറേ കംപ്ലൈൻറ്റുകളും കാര്യങ്ങളെല്ലാം വന്നു. അതേ എല്ലാവർക്കും അറിയാമായിരിക്കും ഈ എറണാകുളത്തെ ബ്ലോക്കും കാര്യങ്ങളൊക്കെ വെച്ച് കഴിഞ്ഞാൽ ക്ലച്ചിന് എപ്പോഴും ഇങ്ങനെ പണി വന്നുകൊണ്ടിരിക്കും വണ്ടിക്ക്. 2 വീലറിൻ്റെ ഇപ്പം മെയിനായിട്ടും ക്ലച്ചിനാണ് പണി കൂടുതൽ വരുന്നതാണ്. ഒരു പ്രാവശ്യം വർക്ക്ഷോപ്പിൽ ചെന്നപ്പോഴും എറണാകുളത്ത് തന്നെ അത് പറയുന്നത് വരുന്ന മിക്ക വണ്ടികളും ക്ലച്ചിനാണ് കംപ്ലൈൻറ്റ് വരുന്നത്. ഈ ട്രാഫിക് ജാം അതുപോലാണ്. സർവീസിങ് എല്ലാം കഴിഞ്ഞ് വെള്ളമെല്ലാം തൂത്ത് തുടച്ച് ടയറിനെ പോളിഷ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഞാൻ ഞായറാഴ്ച ഈ വണ്ടിയായിട്ട് അങ്ങനെ രാവിലെ തന്നെ തൃശ്ശൂർ പോയിട്ട് അവിടുന്ന് പുതിയ വണ്ടി എടുക്കും. അങ്ങനെ തൃശ്ശൂർ പോയി വണ്ടിയൊക്കെ എടുത്തായിരുന്നു. ഞാൻ വേറൊരു സീറ്റ് കണ്ട് ഞാൻ പഴക്കമില്ലാത്ത വേറൊരു സീറ്റ് കണ്ട് കിട്ടിയിട്ടുണ്ട്. അപ്പം എൻ്റെ വണ്ടി റിപ്പയർ ചെയ്ത് കഴിഞ്ഞിട്ട് ഈ വണ്ടി ഞാൻ തിരിച്ചു കൊണ്ട് കൊടുത്തിട്ട് ഈ പഴയ വണ്ടി തന്നെ എടുത്തുകൊണ്ട് വരും. അപ്പം വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക്സ്. സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.